ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 3-ാം വർഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ 3-ാം വർഷത്തെ ശുശ്രൂഷകളെ 7 ഭാഗങ്ങളായിട്ട് തിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് അതിൻ്റെ 3 പ്രധാന ഘട്ടങ്ങളാണ്. ഒന്ന്, യേശു ഗലീലയിലും ചുറ്റുമുള്ള പ്രദേശങ്ങൾ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് ശിഷ്യന്മാരെ ഒരുക്കി തൻ്റെ മരണത്തിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ കണ്ടു. മൂന്നാമത് പ്രധാനമായി കണ്ട കാര്യം യേശു സഭയുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കലുകൾ നൽകുന്ന കാര്യമായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ 4-ാമത്തെ പ്രധാന ഡിവിഷൻ കൂടാര പെരുന്നാൾ. ഇസ്രായേൽ മക്കളുടെ പെരുന്നാളുകളിൽ ദൈവം നൽകിയ പെരുന്നാളുകളിൽ അവസാനത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമുക്ക് തുടങ്ങാം. 4-ാമത്തെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ കൂടാര പെരുന്നാളാണ്. യഹൂദന്മാർക്ക് ദൈവം പെരുന്നാളുകൾ നൽകിയിട്ടുണ്ട്. ആ പെരുന്നാളുകൾ അതിനോട് ചേർത്ത് അവർക്ക് 2 പെരുന്നാളും കൂടെ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ദൈവം നൽകിയ പെരുന്നാളുകളിലെ അവസാനത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ എന്നുള്ളത്. എന്നാൽ പിന്നീട് അവരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ എസ്തേറിന്റെ കാലത്ത് ഒരു പെരുന്നാൾ കൊണ്ടുവന്നു. അതിനുശേഷം ഈ മക്കാബിയൻസിന്റെ സമയത്തും എന്ത് ചെയ്തു, ഒരു പെരുന്നാൾ അവര് ആഘോഷിക്കാനായിട്ട് ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഈ കൂടാര പെരുന്നാൾ ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്റെ സഹോദരന്മാരുമായി സംവദിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, നീ ഈ പ്രാവശ്യം പെരുന്നാളിന് വരുന്നില്ല ചോദിക്കുമ്പോൾ, എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് യേശു ആദ്യമായിട്ട് അവരോട് പറയുന്നു. രണ്ടാമതായിട്ട് യേശു രഹസ്യമായി പെരുന്നാളിന് പോകുന്നു, അല്ലെ? യേശു രഹസ്യമായി പെരുന്നാളിന് പോകുന്നു. അത് 7-ാം അധ്യായം 10 മുതൽ 13 വരെയാണ്. മൂന്നാമത്തെ കാര്യം, യേശുവിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ്, അല്ലെ? അപ്പൊ ഈ കൂടാര പെരുന്നാളുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ ഒരു പ്രധാന സംഭവമാണ് സഹോദരന്മാരുമായുള്ള സംവദിക്കൽ. സഹോദരന്മാരും യേശുത്തെ സംവദിക്കുന്നു. അത് യോഹന്നാൻ 7-ാം അധ്യായം 2 മുതൽ 9 വരെ. യോഹന്നാൻ 7-ന്റെ 2 മുതൽ 9 വരെ യേശു സഹോദരന്മാരുമായി സംവദിച്ചു. യേശു സഹോദരന്മാരുമായി സംവദിച്ചു. രണ്ടാമതായിട്ട് യേശു രഹസ്യമായി പെരുന്നാളിന് പോയി. യോഹന്നാൻ 7-ന്റെ 10 മുതൽ 13 വരെ. യോഹന്നാൻ 7-ന്റെ 10 മുതൽ 13 വരെ. മൂന്നാമത്തെ കാര്യം, യേശുവിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായി. വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായി. 7-ാം അധ്യായം, യോഹന്നാൻ 7-ാം അധ്യായം 14 മുതൽ 52 വരെ. യോഹന്നാൻ 7-ന്റെ 14 മുതൽ 52 വരെ. നാലാമത്തെ കാര്യം, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ ഹാജരാക്കി. യോഹന്നാൻ 7-ാം അധ്യായം 53 മുതൽ 8-ാം അധ്യായത്തിന്റെ 11 വരെ. യോഹന്നാൻ സുവിശേഷം 7-ന്റെ 53 മുതൽ 8-ന്റെ 11 വരെ. അഞ്ചാമത്തെ കാര്യം, യേശു പെരുന്നാളിൽ ജനങ്ങളെ പഠിപ്പിച്ചു. 8-ാം അധ്യായം 12 മുതൽ 59 വരെ. 8-ാം അധ്യായം 12 മുതൽ 59 വരെ. ആറാമത്തെ പ്രധാനപ്പെട്ട സംഭവം, യേശു ശബത്തിൽ ജന്മനാ കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകി. യോഹന്നാൻ 9-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെ. യോഹന്നാൻ 9-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെ. അപ്പൊ ഈ 6 സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, യേശു കർത്താവ് പറഞ്ഞ 2 വാചകങ്ങൾ മാത്രം ഒന്ന് പഠിച്ച് മുൻപോട്ട് പോകാം. യോഹന്നാൻ 8-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോഹന്നാൻ 8-ന്റെ 7-ാമത്തെ വാക്യം.
നിങ്ങൾ പാപമില്ലാത്തവർ ഒന്നാമത് കല്ലെറിയട്ടെ. അപ്പൊ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് പാപമില്ലാത്തവർ ഒന്നാമത് കല്ലെറിയട്ടെ. ഈ മറ്റുള്ളവരെ പഴി പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുക, അവര് ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് അവര് നേരെ വിളിച്ചുകൊണ്ടൊക്കെ ഒരു മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എല്ലാ മനുഷ്യരും ഒരു പരിധി വരെ ചെയ്യുന്നൊരു കാര്യം, അല്ലെ? ഇന്നയാള് കുഴപ്പക്കാരനാണ്, അല്ലെ അവൻ ശിക്ഷിക്കപ്പെടേണ്ടയാളാ, അല്ലെ ഇന്ന ആള് കുഴപ്പക്കാരിയാ, അവർക്ക് 2 കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം എല്ലാ മനുഷ്യർക്കും. ഗ്രേഡ് വ്യത്യാസമാണെങ്കിലും എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ ഭാഗത്തും എന്തുണ്ട്? അതേ തെറ്റില്ലെങ്കിലും വേറെ തെറ്റ് എന്റെ ഭാഗത്തുണ്ട്, അല്ലെ? ഇപ്പം ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്ന ആൾക്കാര് ഒരുപക്ഷെ ആരും ഈ കർമ്മം ചെയ്യാത്തവരായിരിക്കാം. പക്ഷെ വേറെ പാപങ്ങൾ ആരുടെ ഭാഗത്തുണ്ട്? അവരുടെ ഭാഗത്ത് ഉണ്ട്, അല്ലെ? ഇവർ ഈ കർമ്മം ചെയ്തില്ലെങ്കിലും, ഈ പാപം ചെയ്തില്ലെങ്കിലും വേറെ പാപങ്ങൾ ചെയ്യുന്നവരാ. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്നൊരു പ്രയോഗം. നമ്മൾ ഈ മറ്റുള്ളവരെ വിധിക്കുന്നവരാകാതെ വിധിയെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം എന്നുള്ള പാഠം നമുക്ക് നൽകുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവാണ് വിധിക്കുന്നത്, വിധിക്കാനുള്ള അധികാരം മുഴുവൻ കർത്താവിനാണ്. അതുകൊണ്ട് ആ ദിവസത്തിന് മുൻപ് എന്ത് ചെയ്യരുത്? നമ്മളായിട്ട് കയറി ഒന്നും വിധിക്കരുത്. കർത്താവാണ് ന്യായാധിപതി, അവൻ തക്ക സമയത്ത് വിധി നടത്തിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഈ മറ്റുള്ളവരെ കല്ലെറിയാൻ നിൽക്കാതെ എന്ത് ചെയ്യുക? ഒരു നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ജീവിതം എങ്ങനെയാ? നമുക്കും എന്ത് വന്നിട്ടുണ്ട്? വീഴ്ചകൾ വന്നിട്ടുണ്ട്, നമുക്കും പരാജയങ്ങൾ വന്നിട്ട് ഉണ്ട്. നമ്മൾ ഒരുപക്ഷെ രഹസ്യമായി പലയിടത്തും വീണു, മറ്റേയാള് പരസ്യമായ ഒരിടത്ത് വീണു, അദ്ദേഹത്തെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? കല്ലെറിയും. അപ്പൊ അത്തരം സ്വഭാവം ഉണ്ടാകാതിരിക്കട്ടെ. ക്ഷമിക്കാനും സഹിക്കാനും ആൾക്കാരെ ഉൾക്കൊള്ളാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2ാമത്തെ പാഠം, ഈ സ്ത്രീയെ പിന്നീട് കർത്താവ് പറയുന്നൊരു വാചകമുണ്ട് ആ സ്ത്രീയോട്. അതെന്താ? 11ാമത്തെ വാക്യം, 8-ന്റെ 11ാമത്തെ വാക്യം. അപ്പൊ യേശു കർത്താവ് ചോദിക്കുക, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അപ്പൊ അവള് പറഞ്ഞു, ഇല്ല കർത്താവ്, ആരും എന്നെ കല്ലെറിഞ്ഞില്ല. അപ്പൊ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക, ഇനി എന്ത് ചെയ്യരുത്, ഇനി പാപം ചെയ്യും. അപ്പൊ 2 പാഠങ്ങളാണ്. 1ാമത്തെ കാര്യം, പാപമില്ലാത്തവരാ എന്ത് ചെയ്യേണ്ടത്? കല്ലെറിയേണ്ടത്. വിധി ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക? കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഭാഗത്തും കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കി വിധി കർത്താവിന് മാത്രമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. 2ാമത്തെ ഒരു പാഠം എന്നുള്ളത്, നമ്മൾ ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യാതെ ജീവിക്കണം. ഈ റോമർക്ക് എഴുതിയ ലേഖനം 6ാമത്തെ അധ്യായം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. 2 ചോദ്യങ്ങൾക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഉത്തരം നൽകുന്നത്. 1ാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെട്ട ആളുകൾ പാപത്തിൽ തുടരാമോ? ഉത്തരം എന്താ? തുടരാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പാപം ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. ഈ 2 ഉത്തരങ്ങളാണ് റോമാലേഖനം 6ാം അധ്യായം മുഴുവനായി പറയുന്ന കാര്യം. രക്ഷിക്കപ്പെട്ടവർ പാപത്തിൽ തുടരാൻ പാടില്ല, രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഇത്രയും നാളും എന്തൊക്കെ പാപങ്ങൾ ചെയ്തു എന്നുള്ളത് ദൈവം അറിവില്ലായ്മയുടെ കാലങ്ങളിലെ പാപങ്ങളായി കണ്ടെന്ത് ചെയ്യും? ക്ഷമിക്കും. അറിവില്ലായ്മയുടെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല? അവൻ ഓർക്കുന്നില്ല. എല്ലാവരും എല്ലായിടത്തും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അറിഞ്ഞ ശേഷം ചെയ്യുന്ന പാപങ്ങൾക്ക് എന്തില്ല? വെറുതെ ക്ഷമയില്ല. അതിനെന്തുണ്ട്? ശിക്ഷ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് എബ്രായർ പറയുന്നത്, കൂടുതൽ അറിയും തോറും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്, കൂടുതൽ റെസ്പോൺസിബിൾ ആകുകയാണ്. അപ്പം നമ്മുടെ അറിവനുസരിച്ച് എന്തുണ്ടാകും? നമുക്ക് ശിക്ഷ ഉണ്ടാകും. ഇനി എന്ത് ചെയ്യരുത്? ഇനി പാപം ചെയ്യരുത്. അതാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഈ കൂടാര പെരുന്നാളും ബന്ധപ്പെട്ട് നമുക്ക് കഴിയുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ. അതാണ്. ഇനി 5ാമത്തെ ഒരു പ്രധാന സംഭവം, യേശു ഗലീലയിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് യഹൂദയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഗലീലയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? യഹൂദയിലേക്ക് പോകുന്നു. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട 6 സംഭവങ്ങൾ. 1ാമത്തെ സംഭവം, 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി. ലൂക്കോസ് സുവിശേഷം 17ാം അധ്യായം 11 മുതൽ 19 വരെ. ലൂക്കോസ് സുവിശേഷം 17ാം അധ്യായം 11 മുതൽ 19 വരെ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി. 2ാമത്തെ ഒരു കാര്യം, യേശു 70 പേരെ 2 പേരായിട്ട്
സുവിശേഷവുമായിട്ട് അയച്ചു. യേശു 70 ശിഷ്യന്മാരെ 2 പേരായി സുവിശേഷവുമായിട്ട് അയച്ചു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലാണ് രേഖയുള്ളത്. 1 മുതൽ 11 വരെ. ലൂക്കോസ് 10-ന്റെ 1 മുതൽ 11 വരെ. യേശു 70 പേരെ 70 ശിഷ്യന്മാരെ 2 പേരായി സുവിശേഷ സന്ദേശവുമായിട്ട് അയച്ചു. മൂന്നാമത്തെ പ്രധാന സംഭവം വിശ്രാമം തരാം എന്നുള്ള യേശുവിന്റെ പ്രസംഗമാണ്. വിശ്രാമം തരാം എന്നുള്ള യേശുവിന്റെ പ്രസംഗം. അത് മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയാണ്. ഇതെല്ലാം ഈ യാത്രയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുത്തതും 70 പേരെ അയച്ചതും വിശ്രാമം നൽകാം എന്നുള്ള പ്രസംഗവും യാത്രക്കിടയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മത്തായി 11-ന് 28 മുതൽ 30 വരെ. നാലാമത്തെ കാര്യം, യേശു നല്ല ശമരിയക്കാരന് ഉപമ പറഞ്ഞു. നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞു. നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ. ലൂക്കോസ് 10-ന്റെ 25 മുതൽ 37 വരെ. അഞ്ചാമത്തെ കാര്യം, യേശു മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ വചനം പ്രഘോഷിച്ചു. യേശു മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ വചനം പ്രഘോഷിച്ചു. ലൂക്കോസ് 10-ാം അധ്യായം 38 മുതൽ 42 വരെ. ലൂക്കോസ് 10-ന്റെ 38 മുതൽ 42 വരെ. ആറാമത്തെ പ്രധാന കാര്യം, മാതൃകാ പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിച്ചു. മാതൃകാ പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിച്ചു. മത്തായി 6-ന്റെ 9 മുതൽ 15 വരെ. ലൂക്കോസ് 11-ന്റെ 1 മുതൽ 13 വരെ. മാതൃകാ പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിച്ചു. മത്തായി 6-ന്റെ 9 മുതൽ 15 വരെ. ലൂക്കോസ് 11-ന്റെ 1 മുതൽ 3 വരെ. നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ, ഒന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗം, നല്ല ശമരിയക്കാരന്റെ ഈ 10 കുഷ്ഠരോഗികളുടെ സംഭവം. ആ സംഭവത്തിനകത്ത് 10 പേർക്ക് സൗഖ്യം കിട്ടി. പക്ഷെ ഒരാൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? തിരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ യേശു ചോദ്യമുണ്ട്, 10 പേരും ശുദ്ധരായില്ലയോ? പിന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് 9 പേരും എവിടെ? ഈ ശമരിയക്കാരൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വന്നുള്ളൂ എന്ന് യേശു കർത്താവ് ചോദിക്കുന്നു. അപ്പൊ നമ്മള് യേശു കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താ? ഇവിടെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ലഭിച്ച നന്മയ്ക്ക്, ലഭിച്ച സൗഖ്യത്തിന് നന്ദിയുള്ളവർ ആകുക. അപ്പൊ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്താ ഇവിടുന്ന്? നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും, എല്ലാ അനുഗ്രഹത്തിനും നന്ദിയുള്ളവർ ആകുക. ഇപ്പൊ നമ്മൾ പാടാറുണ്ട്, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ. ദൈവം ഒരുപാട് നന്മകൾ നൽകുന്നുണ്ട്. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നല്ല വായിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവം നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഓർക്കുകയും ആ എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യണം. ഈ ആരാധനയ്ക്കകത്ത് സ്തോത്രവുമുണ്ട്, സ്തുതിയും ഉണ്ട്. സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നന്ദി എന്നാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം? നന്ദി. സ്തുതി എന്ന് പറഞ്ഞാലോ മഹത്വപ്പെടുത്തുക എന്ന അർത്ഥം. ഓക്കെ. അപ്പം ലഭിച്ച നന്മകൾക്ക് സ്തോത്രം പറയണം, നന്ദി പറയണം. ഒപ്പം തന്നെ ദൈവത്തിന്റെ മഹത്വം കണ്ടവനെ സ്തുതിക്കുകയും വേണം. അപ്പൊ നമുക്കുള്ളൊരു പാഠം, ഈ ശമരിയക്കാരനെ പോലെ, അല്ലെങ്കിൽ ആ സൗഖ്യം കിട്ടിയിട്ട് മടങ്ങി വന്ന ശമരിയക്കാരനെ പോലെ ആരാകുക? നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കുക. നന്ദിയുള്ളവരെ, ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക. മനുഷ്യരോട് നന്ദിയുള്ളവരാകണം. അതാണ് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തുള്ളത്. നന്ദിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. രണ്ടാമത്തെ ഒരു പാഠം, ഈ നല്ല ശമരിയക്കാരന്റെ ഉപമയിലൂടെ പഠിക്കുന്ന കാര്യം എന്താണ്? നന്മയുള്ളവരാകുക എന്നുള്ളതാണ്, അല്ലെ? കർത്താവിനോടുള്ള ചോദ്യം ഇതാ, എന്റെ സ്നേഹിതൻ ആരാണ് ചോദിക്കുന്നത്. ഈ സ്നേഹിതൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് യേശു കർത്താവിന്റെ ആ ഉപമ. അവൻ പറയുന്നുണ്ട്, പുരോഹിതന്മാര് വന്നു, ലേവ്യര് വന്നു, ഇവരൊക്കെ എന്ത് ചെയ്തു? വഴിമാറിപ്പോയി. ആ വഴിയെ ഒരു യാത്രക്കാരൻ, ഒരു ശമരിയക്കാരൻ യാത്രക്കാരനായിട്ട് വരികയാണ്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരിക്കാം, ഒരു ബിസിനസ് യാത്രയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അടികൊണ്ട് അർത്ഥപ്രാണനായി കിടക്കുന്നത് കാണുന്നത്. മറ്റവരെല്ലാം വഴിമാറി പോയിട്ടും ഈ നല്ല ശമരിയക്കാരൻ എന്ത് ചെയ്യുന്നു? ആ രോഗിയെ, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിലുള്ള ആളെ എടുക്കാൻ തയ്യാറാകുന്നു, എണ്ണ പകരാൻ തയ്യാറാകുന്നു, അവന്റെ മുറിവുകളെ വെച്ച് കെട്ടാൻ തയ്യാറാകുന്നു, തന്റെ വണ്ടിയിൽ അവനെ കയറ്റി വഴിയമ്പലം വരെ കൊണ്ടുപോകുന്നു, അവിടെ ചെന്ന് വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്,
ഞാൻ പോയിട്ട് തിരിച്ചു വരാം, അതുവരെയും 2 നാണയങ്ങൾ തരാം, ഇതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവന്റെ മുറിവൊക്കെ വെച്ചിട്ട് ഇവനെ ഒന്ന് ശുശ്രൂഷിക്കുക, അധികം എന്തെങ്കിലും വന്നാൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തോളാം, തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ നന്മയുടെ ഒരു ചിത്രം കാണിക്കുകയാണ്. ഒരു നല്ല ശമരിയക്കാരൻ, നന്മയുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? നന്മയുള്ളവരാകുക. ഒന്ന്, നമ്മൾ നന്ദിയുള്ളവരാകണം. ദൈവം നൽകിയ നന്മകൾക്കെല്ലാം നന്ദിയുള്ളവർ ആകണം. നമ്മൾ അതിനോടൊക്കെ കടപ്പാടുള്ളവരായി ജീവിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നന്മയുള്ളവർ ആണ്. എന്റെ പണം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദുഃഖിക്കുന്ന, വിശക്കുന്ന, ദാഹിക്കുന്ന അല്ലെങ്കിൽ അശരണരായ ആളുകൾക്ക് സഹായമാകാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്നൊരു കാഴ്ചപ്പാട് നമ്മെ ഭരിക്കണം. നമ്മൾ രക്ഷയെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഈ എഫെസ്യർ 2-ാം അധ്യായത്തിനകത്ത് അവിടെ അതിന്റെ 6, 7, 8 വാക്യങ്ങളൊക്കെ നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, അത് ആ വിശ്വാസം ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്, ആരും പ്രശംസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് ആ ഭാഗം പറഞ്ഞു നിർത്തുന്നത് സൽപ്രവൃത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നാം അത് ചെയ്യേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എഫെസ്യർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയും, നമുക്ക് വേണ്ടി ദൈവം സൽപ്രവൃത്തി മുന്നൊരുക്കി വെച്ചിട്ടുണ്ട്, നാം അത് ചെയ്യാൻ വേണ്ടി അവന്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നവരാകണം? നന്മ ചെയ്യുന്നവർ ആകണം, മറ്റുള്ളവരെ സഹായിക്കുന്നവർ ആകണം. ഈ നമ്മൾക്കുള്ള പണം ഉപയോഗിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കരുതെന്നോ അല്ല. പക്ഷെ മറ്റൊരാൾ നമ്മുടെ അടുത്ത് നീറുന്ന ഒരവസ്ഥയിൽ കഴിയുകയും നമ്മൾ ഇങ്ങനെ സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവസേനയിൽ നീതിയാകത്തില്ല. ഇപ്പൊ നമുക്ക് ലോകത്തെ പോലെ നന്നാക്കാനൊന്നും പറ്റത്തില്ല, ലോകത്തിലുള്ള എല്ലാ ദരിദ്രന്മാരെയും നേരെയാക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരാളെ സഹായിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുള്ള ആളെ സഹായിക്കാൻ സാധിക്കും. ഈ യഹൂദന്മാർക്കിടയിൽ വീണ്ടെടുപ്പുകാരൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ വീണ്ടെടുപ്പുകാരെ വെച്ചത്? നിന്റെ സഹോദരൻ ഒരു വലിയ കടഭാരത്തിലാണ്, അവർ വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ വീണ്ടെടുക്കണം, അവരെ സഹായിക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയേ വെച്ചത്, വീണ്ടെടുപ്പുകാരെ വെച്ചത്. അങ്ങനെയാണ് രൂത്തിന് നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നത്. ഒരു വീണ്ടെടുപ്പുകാരനായിരുന്നു ബോസ്. യഹൂദന്മാർക്ക് ദരിദ്രന്മാര് കുറവാണ്. കാരണം എന്താ? ഈ മറ്റ് വീണ്ടെടുപ്പുകാരെന്ത് ചെയ്യും? ഇവരുടെ ബുദ്ധിമുട്ടിൽ ഇവരെ സഹായിക്കും, ഇവരുടെ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കും, അവരുടെ ദാരിദ്ര്യത്തിൽ അവരെ സഹായിക്കും. ഇതേ കാര്യമാണ് ഈ മുസ്ലിങ്ങളെ കടമെടുത്തിട്ട് ഈ പെരുന്നാളുകളുടെ സമയങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നത്? സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പാവപ്പെട്ടവർ കൊണ്ടു കൊടുക്കുന്നത്. യഹൂദന്മാരുടെ സിദ്ധാന്തം കടമെടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ നന്മയുള്ളവരായി ജീവിക്കണം എന്നുള്ള ഒരു പാഠം നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് ഈ മാർത്തയും മറിയുടെയും സംഭവമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യം. അപ്പൊ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അപ്പൊ നമുക്കുള്ള പാഠം എന്താ ഇവിടുന്ന്? നല്ല അംശം തിരഞ്ഞെടുക്കുക. അപ്പൊ 1, നന്ദിയുള്ളവരായിരിക്കുക. 2, നന്മയുള്ളവരാകുക. 3, നല്ല അംശം തിരഞ്ഞെടുക്കുക. നല്ല അംശം തിരഞ്ഞെടുക്കുക. ഒരു വീടാണ്, 2 സഹോദരിമാര്. ഈ ഒരു സഹോദരി മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച സഹോദരിയാണ്. അവർ യേശുവിനെ വിളിച്ചു, സ്വീകരിച്ചു, യേശുവിനെ വീട്ടിലിരുത്തി, എന്നിട്ട് അടുക്കളയിൽ പോയി അധ്വാനിക്കുകയാണ്. എന്തിനാണ്? യേശുവിന് ശിഷ്യന്മാർക്കും ആഹാരം കൊടുക്കാനാണ്. ഇങ്ങനെ അധ്വാനിക്കുന്ന സമയത്ത് മറിയ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്നു. യേശു പറയുന്ന വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഈ മാർത്ത പറയുകയാണ്, ഗുരു, ഞാനിങ്ങനെ ഒരുപാട് അധ്വാനിക്കുകയാണ്, എന്ത് ചെയ്യണം? എന്റെ സഹോദരി ഒന്ന് പറഞ്ഞുകൊണ്ട് വിടണം, അവർക്ക് ഇതിനെ കുറിച്ച് ഒരു വിചാരവും ഇല്ല. അപ്പൊ യേശു കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെ വിചാരപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ല അംശം തിരഞ്ഞെടുത്താൽ മതി, ബാക്കി എന്ത് ചെയ്തോളൂ? കർത്താവ് നോക്കിക്കോളൂ. ഇതിന്റെ അർത്ഥം മാർത്ത ചെയ്ത കാര്യം മോശമാണെന്നല്ല. മാർത്തയെ എന്തിനു വിളിച്ചോ അതിൽ എന്താകുക? മാർത്ത വിശ്വസ്തയാകുക. മറിയയ്ക്കുള്ള കോൾ എന്താണോ അതിൽ മറിയയും വിശ്വസ്തയാകുക. ഇത് പറഞ്ഞു കൊടുത്തതിൽ പിന്നെ മാർത്ത ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. അതായത് നല്ല അംശം തിരഞ്ഞെടുക്കുക എന്ന പാഠം പഠിപ്പിച്ചതിൽ പിന്നെ മാർത്ത ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. നമ്മൾ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ
ഈ ശുശ്രൂഷ കാണുന്നുണ്ട് മാർത്തയുടെ. അവിടെ ശീമോന്റെ വീട്ടിലാണ് ശുശ്രൂഷ നടക്കുന്നത്, ആ വിരുന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ അത്താഴം നടക്കുന്നത്. ആ അത്താഴത്തിനകത്ത് ലാസർ പന്തിയിൽ ഇരിക്കുകയാണ്, മാർത്തയും ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്നുണ്ട്, 12-ാം അധ്യായത്തിലുണ്ട്. പക്ഷെ അവിടെ മാർത്ത ഒരു കംപ്ലൈന്റ് അപ്പൊ മാർത്ത ചെയ്ത കാര്യം തെറ്റാണെന്നല്ല, എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടോ അതിൽ വിശ്വസ്തരായിരിക്കുക, അതാ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നവരാകണം? നല്ല അംശം തിരഞ്ഞെടുക്കുന്നവർ ആകണം. ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചോ അതിൽ നമ്മൾ സംതൃപ്തരാകുകയും അത് പരാതികൾ കൂടാതെ ചെയ്യുകയും വേണം. ഓക്കെ, ദൈവം നമ്മളെ വിളിച്ചത് എന്താണോ അതിൽ കംപ്ലൈന്റ് ഒന്നും പറയാതെ, പരാതികൾ പറയാതെ വിശ്വസ്തരായിട്ട് നമ്മൾ ചെയ്യണം. ഇതാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട 3 പാഠം. നന്ദിയുള്ളവരാകുക, നന്മയുള്ളവരാകുക, നല്ല അംശം തിരഞ്ഞെടുക്കുക. ഇനി 6ാമത്തെ പ്രധാന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് പെരയ എന്ന് പറയുന്ന പ്രദേശങ്ങളിലുള്ള പെരയ എന്ന പ്രദേശങ്ങളിലുള്ള യേശുവിന്റെ പ്രവൃത്തികളാണ്. പെരയ എന്ന പ്രദേശങ്ങളിലുള്ള യേശുവിന്റെ പ്രവൃത്തികൾ. ഈ പെരയ എന്ന് പറയുന്ന വാക്ക് ബൈബിളിനകത്തില്ല, പുതിയ നിയമത്തിനകത്ത് ആ പേര് കൊടുത്തിട്ടില്ല. ബിയോണ്ട് യോർദാൻ എന്നാണ് ഇംഗ്ലീഷിനകത്ത്, യോർദാൻ അക്കരെ എന്നാണ് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പെരയ എന്ന സ്ഥലത്തിന്റെ പേര് ബൈബിളിനകത്ത് കൊടുത്തിട്ടില്ല, യോർദാൻ അക്കരെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ യോർദാൻ അക്കരെ എന്ത് ചെയ്തു? യേശു കർത്താവ് ശുശ്രൂഷിച്ചു. അവിടുത്തെ പ്രധാന സംഭവങ്ങൾ കൂടുതൽ പ്രസംഗങ്ങളാണ്. യേശു പ്രോത്സാഹനങ്ങളും മുന്നറിയിപ്പുകളും അടങ്ങിയ പ്രസംഗങ്ങൾ നടത്തി. യേശു പ്രോത്സാഹനങ്ങളും മുന്നറിയിപ്പുകളും അടങ്ങിയ പ്രസംഗങ്ങൾ നടത്തി. അത് ലൂക്കോസ് 12-ാം അധ്യായം 1 മുതൽ 13-ാം അധ്യായം 9 വരെ. ലൂക്കോസ് 12-ാം അധ്യായം 1 മുതൽ 13-ാം അധ്യായം 9 വരെ. രണ്ടാമത്തെ കാര്യം, ശബത്തിൽ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. ശബത്തിൽ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. 13-ാം അധ്യായം 10 മുതൽ 17 വരെ. ശബത്തിൽ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. ലൂക്കോസ് 13-ാം അധ്യായം 10 മുതൽ 17 വരെ. മൂന്നാമത്തെ സംഭവം, പരീശന്റെ വീട്ടിൽ വിരുന്നിന് പോയി. ലൂക്കോസ് 14-ാം അധ്യായം 1 മുതൽ 24 വരെ. ലൂക്കോസ് 14-ന്റെ 1 മുതൽ 24 വരെ. നാലാമത്തെ കാര്യം, ശിഷ്യത്വത്തെ കുറിച്ച് സംസാരിച്ചു. ലൂക്കോസ് 14-ന്റെ 25 മുതൽ 35 വരെ. ലൂക്കോസ് 14-ന്റെ 25 മുതൽ 35 വരെ. അഞ്ചാമത്തെ കാര്യം, നഷ്ടങ്ങളുടെ ഉപമ പറഞ്ഞു. ലൂക്കോസ് 15-ാം അധ്യായം. നഷ്ടങ്ങളുടെ ഉപമ പറഞ്ഞു. ലൂക്കോസ് 15-ാം അധ്യായം. ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം, ദൈവരാജ്യം, മരണാനന്തര ജീവിതം, വിശ്വാസം, താഴ്മ, പ്രായോഗിക ജീവിതം. ദൈവരാജ്യം, മരണാനന്തര ജീവിതം, വിശ്വാസം, താഴ്മ, പ്രായോഗിക ജീവിതം തുടങ്ങിയ വിഷയങ്ങളിലുള്ള പഠിപ്പിക്കലുകൾ നൽകി. ദൈവരാജ്യം, മരണാനന്തര ജീവിതം, വിശ്വാസം, താഴ്മ, പ്രായോഗിക ജീവിതം തുടങ്ങിയ വിഷയങ്ങളിലുള്ള പഠിപ്പിക്കലുകൾ യേശു കർത്താവ് നൽകി. ഇതാണ് 6ാമതായിട്ടുള്ള ഡിവിഷനിലെ പെരയ പ്രദേശങ്ങളിലുള്ള പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അവിടുന്ന് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് ലൂക്കോസ് 12-ന്റെ 21-ാം വാക്യം. ലൂക്കോസ് 12-ന്റെ 21-ാമത്തെ വാക്യം. അപ്പൊ ദൈവ വിഷയമായി സമ്പന്നരാകണം. ദൈവവിഷയമായിട്ട് സമ്പന്നർ ആകണം. ഈ ലൂക്കോസ് 12-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പെരയ പ്രദേശങ്ങളിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും എന്താണ്? പ്രസംഗങ്ങളാണ്. കൂടുതലും യേശു കർത്താവ് പഠിപ്പിക്കാൻ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, അത്ഭുതങ്ങൾ ഉണ്ട് എങ്കിലും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, എന്തു ചെയ്യുന്നവരാകണം നിങ്ങൾ? ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരായിട്ട് മാറണം. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം. ഓക്കെ, രണ്ടാമത്തെ പാഠം എന്നുള്ളത്
സ്വർഗത്തിൽ നിശ്ചയമുള്ളവരാകുക എന്നുള്ളത്. സ്വർഗത്തിൽ നിശ്ചയമുള്ളവരാകുക. ലൂക്കോസ് 12:33 വാക്യം. സ്വർഗത്തിൽ നിശ്ചയമുള്ളവരാകുക. ലൂക്കോസ് 12:33. ഈ സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് യേശു കർത്താവ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഒന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത് നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാകണം. രണ്ടാമത്തെ യേശു കർത്താവ് പറഞ്ഞ കാര്യം സ്വർഗത്തിൽ നിശ്ചയമുള്ളവരായിട്ട് നമ്മൾ മാറണം. നിങ്ങൾക്കുള്ളത് വിറ്റ് പിശ കൊടുപ്പിൻ, കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഈ ബൈബിൾ പ്രകാരം രണ്ട് യജമാനന്മാരേ ഉള്ളൂ. ഒന്നാമത്തെ യജമാനൻ ദൈവവും രണ്ടാമത്തെ യജമാനൻ മാമോനുമാണ്, അല്ലെങ്കിൽ പണത്തിന്റെ ആ ഇതുമാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ പണത്തെ സേവിക്കാം. അപ്പൊ നമ്മുടെ സമ്പത്ത് എവിടെ ആയിരിക്കണം? നമ്മൾ ദൈവവിഷയമായി സമ്പന്നരാകണം. ഒപ്പം തന്നെ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിട്ട് മാറണം. ഇവിടെ പറയുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള നിക്ഷേപങ്ങളെല്ലാം ഒന്നെങ്കിൽ കള്ളൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് തീർന്നു പോകും, നശിച്ചു പോകും. പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാണെങ്കിൽ അത് നിത്യതയോളം നമുക്ക് നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ സമ്പാദിക്കാൻ നോക്കാതെ, ഇവിടെ നിക്ഷേപിക്കാൻ നോക്കാതെ എന്ത് ചെയ്യുക? നിക്ഷേപങ്ങൾ സ്വർഗത്തിലുള്ളവരായിട്ട് നമ്മൾ മാറുക. ഇതാണ് ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ. നമ്മൾ പലപ്പോഴും ലോകത്തെ അനുകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും വേണമെന്നും ഇവിടെ നിക്ഷേപിക്കണമെന്നും ഒക്കെ നമുക്ക് തോന്നാറുള്ളത്. കാരണം ഈ ലോകം പഠിപ്പിക്കുന്ന കാര്യം അതാണ്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം അവസാനം വരെ ദൈവത്തിൽ ആശ്രയിക്കുക. അവസാനം വരെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ നടത്തും, ദൈവം നമ്മളെ സഹായിക്കും. നരയ്ക്കുമ്പോൾ അവൻ നമ്മളെ ചുമക്കും. ദൈവം അനാദിയായും ശാശ്വതമായ ദൈവമാണ്, അനന്യനാണ്, വാക്ക് മാറാത്തവനാണ്. അവൻ നമ്മുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ അനുകരിക്കാതെ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മാനിക്കും. അപ്പം നമ്മൾ ദൈവവിഷയമായി സമ്പന്നരാകണം. രണ്ട്, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങളുള്ളവരായിട്ട് മാറണം. നമ്മൾ ഇവിടെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അതൊക്കെ നിക്ഷേപങ്ങളായിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിൽ മാറ്റപ്പെടും. ഈ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. ഒരുപക്ഷെ പെട്ടകം ഉണ്ടാക്കുന്നതിന് മുൻപ് തനിക്ക് എന്തോരം സ്വത്തുണ്ടെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാം, അല്ലെ? അതിനെക്കുറിച്ച് രേഖകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പെട്ടകമൊക്കെ പണിതു, പ്രളയം വന്നു. പ്രളയത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യം എന്താ? പെട്ടകത്തിൽ ഇറങ്ങിയ നോഹയോട് പറയുന്നത് ഈ ഭൂമി മൊത്തം നിന്റേതാണെന്നാണ്. ഒരുപക്ഷെ തനിക്കുള്ളതൊക്കെ വിറ്റാണ് താന് ദൈവത്തെ അനുസരിച്ച് പെട്ടകം ഉണ്ടാക്കിയതെങ്കിൽ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നോഹയ്ക്ക് ഈ മുഴുവൻ കിട്ടുകയാണ്, അല്ലേ? ഇത് മൊത്തം നിന്റെയാണെന്നാ പറയുന്നത്. വേറെ ആരും ഇവിടെ അവകാശം പറയാനായിട്ട് ഇല്ല. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവവിഷയമായി സമ്പന്നരാകുക, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിട്ട് നമ്മൾ മാറുക. ഇതാണ് രണ്ട് പാഠങ്ങൾ. മൂന്നാമത്തെ ഒരു പാഠം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യവും 14-ാം അധ്യായം 5-ാമത്തെ വാക്യവും. ലൂക്കോസ് 13:15, 14:5. ഇവിടുത്തെ ഇഷ്യൂ അതാണ്. ശബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല എന്നാര് പറയുന്നു? യഹൂദ പ്രമാണിമാര് പറയുന്നു. അപ്പൊ യഹൂദ പ്രമാണിമാര് പറയുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി എന്താ? ശബത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളോട് കരുണയുള്ളവരാണ്. ഓക്കെ, ശബത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളോട് കരുണയുള്ളവരാണ്. ശബത്ത് ദിവസമാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു മൃഗം ഒരു കുഴിയിൽ വീണു, നിങ്ങൾ എന്ത് ചെയ്യും? ശബത്താണ് എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കത്തില്ല. അതിനോട് കരുണ കാണിച്ച് അതിനെ എന്ത് ചെയ്യും? ആ കുഴിയിൽ നിന്ന് വലിച്ച് കയറ്റും. അപ്പൊ അങ്ങനെ ശബത്തിൽ മൃഗങ്ങളോട് പോലും നന്മയുള്ളവരായ നിങ്ങൾ, അല്ലെങ്കിൽ കരുണയുള്ളവരായ നിങ്ങൾ മനുഷ്യരോട് എന്ത് ചെയ്യുന്നില്ല? നന്മയുള്ളവരാകുന്നില്ല. അപ്പൊ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഉദ്ദേശിച്ച കാര്യം എന്താ? മനുഷ്യരോട് നന്മയുള്ളവർ, അല്ലെങ്കിൽ മനുഷ്യരോട് കരുണയുള്ളവർ ആകുക. മനുഷ്യരോട് കരുണയുള്ളവർ ആകുക. ഇവിടെ പറയുന്നുണ്ട്, ബാക്കി 6 ദിവസം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യുക? സൗഖ്യമാക്കുക. എന്തിനായി ശബത്തിൽ വരുന്നേ? ശബത്തിൽ സൗഖ്യമാക്കണ്ടെന്ന് പോലും പ്രമാണിമാര് പറയുന്നുണ്ട്. യേശു കർത്താവിന്റെ മറുപടി, നിങ്ങൾ ഈ മൃഗങ്ങളോട് കാണിക്കുന്ന കരുണയെങ്കിലും മനുഷ്യരോടൊന്ന്
കാണിക്കും. മനുഷ്യരോട് കരുണയുള്ളവരാകുക അല്ലെങ്കിൽ മനുഷ്യരോട് നന്മയുള്ളവരാകുക എന്നുള്ള ഒരു പാഠമാണ് യേശു കർത്താവ് തന്റെ ഈ പഠിപ്പിക്കലിലൂടെ നൽകിയത്. ഒന്നാമത്തെ പാഠം എന്തായിരുന്നു? ദൈവിഷയമായി സമ്പന്നരാകുക. രണ്ടാമത്തെ പാഠം സ്വർഗത്തിൽ നിശ്ചയമുള്ളവരായിട്ട് മാറുക. മൂന്നാമത്തെ പാഠം മനുഷ്യരോട് നന്മയുള്ളവരായിട്ട് കരുണയുള്ളവരായിട്ട് നമ്മൾ മാറുക. നാലാമത്തെ പാഠം കർത്താവ് ശിഷ്യത്വത്തിന്റെ കാര്യം പറഞ്ഞതാണ്. നമുക്ക് വായിക്കാം. ലൂക്കോസ് 14 അധ്യായം 26 മുതൽ 27 വായിച്ചാൽ മതി. ലൂക്കോസ് 14 26 27. നോക്കിയ യേശു കർത്താവ് യഥാർത്ഥ ശിഷ്യത്വത്തെ കുറിച്ച് ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നവരാകണം? ത്യാഗ മനോഭാവമുള്ളവരാകണം. ത്യാഗ മനോഭാവമുള്ളവർ ആകണം. നോക്കിക്ക് അവർ പറഞ്ഞ കാര്യം നോക്കിക്ക്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, സ്വന്തം ജീവൻ ഇതിനെയൊക്കെ പകയ്ക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്നെ അനുഗമിക്കാൻ ഇല്ല. ഇവരെ ആരെയും വേണ്ട എന്നല്ല യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, സഹോദരന്മാര് വേണ്ട, സഹോദരിമാര് വേണ്ട എന്നല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം എന്തിനാകരുത്? അപ്പനാകരുത്. ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം ആർക്കാകരുത്? അമ്മയ്ക്കാകരുത്. ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ആകരുത്. സ്വന്തം ജീവനും ആകരുത്. ഇപ്പൊ കർത്താവിനേക്കാൾ കൂടുതൽ മറ്റൊന്നിനും മൂല്യം കൊടുക്കാതെ കർത്താവിന് മൂല്യം കൊടുത്ത് ത്യാഗ മനോഭാവമുള്ളവരായിട്ട് കർത്താവിനെ എന്ത് ചെയ്യുക? അനുഗമിക്കുക. ഈ പഴയ നിയമത്തിനകത്ത് ഈ അബ്രഹാമിന്റെ വിളിയെ കുറിച്ച് പറയുന്നത് 12-ാം അധ്യായത്തിലാണ്. ആ സമയത്ത് അവർ പാർക്കുന്നത് എവിടെയാ? ഹാരാനിൽ പാർക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ വിളി ഉണ്ടാകുന്നതായിട്ട് 12-ാം അധ്യായം വായിക്കുന്നത്. പക്ഷെ ഈ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് അതിന് മുൻപാണ്. ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊത്താമിയയിൽ ആയിരുന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവനെ വിളിച്ചു. ആ വിളി കേട്ടിട്ട് അബ്രഹാം തന്റെ പിതാവിനോടുകൂടി എന്ത് ചെയ്തു? മെസൊപ്പൊത്താമിയയിൽ ഇറങ്ങി തിരിച്ചിട്ട് ഹാരാനി വന്ന് പാർത്തു. ഈ ഹാരാനി വന്ന് പാർത്തു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഹാരാനി വെച്ച് അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ച ശേഷമാണ് ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നത്? അബ്രഹാമിനെ വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. 11-ാം അധ്യായം എടുത്തു നോക്കി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിന്റെ ആ ജീനിയോളജി പറഞ്ഞിട്ട് പറയുകയാണ്. നോക്കുക, തേരഹിന്റെ 27-ാം വാക്യം. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുൻപേ മരിച്ചുപോയി. അബ്രഹാമും നാഹോരും ഭാര്യമാരെ എടുത്തു. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ വായിച്ചു നോക്കുക. ഇതിന്റെ 30-ാം വാക്യം. തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെ കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ ഓക്കെ, നമ്മൾ അതിന്റെ പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. പ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന എവിടെ വെച്ചാ? ഈ വാക്യപ്രകാരം എവിടെ വെച്ചാ പറഞ്ഞേ?
മെസ്സപ്പൊത്തോമിയിൽ വെച്ച ഈ മെസ്സപ്പൊത്തോമെന്ന് വിളിച്ചു. പക്ഷെ ആരാണ് ആ യാത്ര നയിച്ചത്? ഇറങ്ങി തിരിച്ചു, ശരിയാ, ഇറങ്ങി തിരിച്ചു. പക്ഷെ ആരാ യാത്ര നയിച്ച? ആരാ ആ യാത്ര ലീഡ് ചെയ്ത? ആരാ എന്റെ മുൻപിൽ നിന്ന? ആരാ? അബ്രഹാം ആയിരുന്നു, അപ്പനായിരുന്നു. നമ്മൾ എന്താ വായിച്ച 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം? തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെ കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ദൈവം വിളിച്ച ആരെയാ? അബ്രഹാമെ. പക്ഷെ ആരാ യാത്ര ചെയ്തേ? യാത്ര നയിച്ചത് ആരാ? തേരഹാണ്. തേരഹ് യാത്ര നയിച്ചു, ഹാരാൻ വരെ വന്നു. കനാൻ വരെ പോയില്ല, ഹാരാൻ വരെ വന്നു. അവിടെ പാർത്തു. ഇവിടെ മതിയെന്ന് ആര് പറഞ്ഞു? തേരഹ് പറഞ്ഞു. അവിടെ പാർത്തു. അടുത്ത വാക്യം വായിച്ചു നോക്കിയേ, 32-ാം വാക്യം. അതായത് ഉൽപ്പത്തി 11-32-ാം വാക്യം. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. 12-ാം അധ്യായം 1-ാം വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകും. അപ്പൊ ഈ വിളി കിട്ടിയിട്ട് ആ വിളി ആരെ ഏൽപ്പിച്ചു? അപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൻ ലീഡ് ചെയ്യാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് വന്നിട്ട് അപ്പൻ അവരോട് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ താമസിച്ചു. പിന്നെ ദൈവം വിളിക്കുന്നത് ആ അപ്പന്റെ മരണശേഷമാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ശരിക്കും കനാനിലേക്കുള്ള യാത്രയ്ക്ക് അബ്രഹാമിന് ആദ്യത്തെ തടസ്സം ആരായിരുന്നു? തന്റെ അപ്പനായിരുന്നു, തേരഹായിരുന്നു. ആ തേരഹിന്റെ ആയുസ് തീർന്നപ്പോഴാണ് ദൈവം ഇന്ന് വീണ്ടും വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ, ഇവരാരും വേണ്ടെന്നല്ല. അപ്പൻ വേണ്ടെന്നല്ല, അമ്മ വേണ്ടെന്നല്ല, മക്കള് വേണ്ടെന്നല്ല, ഭാര്യ വേണ്ടെന്നല്ല, സഹോദരന്മാരും സഹോദരിമാരും വേണ്ടെന്നല്ല. യഥാർത്ഥ ഉപവാസം രക്തബന്ധമുള്ളവർക്ക് നമ്മെ തന്നെ മറക്കാതിരിക്കുന്നതാണ്. പക്ഷേ ദൈവത്തെക്കാൾ ഉപരി എന്ത് ചെയ്യാൻ പാടില്ല? അപ്പനെ സേവിക്കാൻ പാടില്ല. ദൈവത്തെക്കാൾ ഉപരി അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല. ദൈവത്തെക്കാൾ ഉപരി ഭാര്യയ്ക്കോ മക്കൾക്കോ സ്ഥാനം കൊടുക്കാൻ പാടില്ല. ആദ്യ സ്ഥാനം ദൈവത്തിന്. ആദ്യം ദൈവത്തെ അനുസരിക്കണം. ഇവരെതിരാണെങ്കിൽ പോലും ദൈവത്തെ അനുസരിച്ചോണം. അവരെ കൂടെ നിർത്തുകയും വേണം. രണ്ടുപേരോടും ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനല്ല? നമ്മുടെ ബന്ധുക്കൾക്കല്ല. പിന്നെ ആർക്കാ? ദൈവത്തിന്. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സഹോദരന്മാരെക്കാൾ, സഹോദരിമാരെക്കാൾ, നിലം പുരയിടങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, സ്വന്തം ജീവനേക്കാൾ ദൈവത്തിന് വില കൊടുക്കാതെ നമുക്ക് കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ നമുക്കുള്ള പാഠം, അനുഗമിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ത്യാഗ മനോഭാവമുള്ളവനായിട്ട് ദൈവം പറഞ്ഞാൽ അതനുസരിക്കുക. അതിന് വേറൊന്നിനെയും മുൻപിൽ കാണാതിരിക്കുക. തടസ്സങ്ങളെ മാറ്റുക. ദൈവത്തെ സേവിക്കാൻ തയ്യാറാകുക. യോഹന്നാനും യാക്കോബും അവരെ ദൈവം കർത്താവ് വിളിക്കുമ്പോൾ അവർ കൂലിക്കാരോടുകൂടെ അപ്പനെ വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. കൂലിക്കാരുടെ കൂടെ അപ്പനെ വിട്ടു, എന്നിട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പൊ പ്രയോറിറ്റി ആർക്കായിരുന്നു? യേശുവിനായിരുന്നു. അബ്രഹാം അനുസരിക്കാതെ വന്നപ്പോ അപ്പൻ മരിച്ചു. പിന്നീട് മകൻ ഒരു വിഗ്രഹമാകും എന്നൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴാണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാൻ ഇരിക്കുന്ന മലയിൽ കൊണ്ടുവന്ന് യാഗമർപ്പിക്കാന്ന് പറയുന്നത്. ആ യാഗത്തിന്റെ ഒടുവിലാണ് ദൈവം പറയുന്നത്, നീ നിന്റെ മകനേക്കാൾ അധികം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഈ അനുഗ്രഹിക്കാമെന്ന് പറയുന്നിടത്ത് 15-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, നക്ഷത്രങ്ങളെ നോക്കുക. അതിന്റെ എണ്ണം എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ നിനക്ക് എന്ത് തരും? അതുപോലെ മക്കളെ തരും എന്ന് 15-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്. ആ വാഗ്ദത്തം നിവൃത്തിയായിട്ടാണ് ദൈവം അബ്രഹാമിന് ദൈവം ആദ്യം ഇസഹാക്കിനെ കൊടുത്തത്. 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളിൽ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് പറഞ്ഞു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ദൈവം ആദ്യം അരുളപ്പാട് കൊടുക്കുമ്പോൾ
നക്ഷത്രങ്ങളെ പോലെ മക്കളെ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ നിവൃത്തിയായിട്ടാണ് ദൈവം ഇസ്ഹാക്കിനെ എന്ത് ചെയ്യുന്നത്? യാഗമാക്കി ഇസ്ഹാക്കിന് ദൈവം കൊടുക്കുന്നത്. ഈ ഇസ്ഹാക്കിനെ യാഗമാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ യാഗമാക്കാൻ വേണ്ടി ഈ മോറിയ മലയിൽ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ, യാഗത്തിന് നടുവിൽ വെച്ച് ദൈവം സംസാരിക്കുകയും ദൈവം ഇടപെടുകയും ആ ബാലന്റെ മേൽ കൈവയ്ക്കാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ദൈവം തന്റെ അനുഗ്രഹം വീണ്ടും ഒന്ന് പുതുക്കുകയാണ്. അങ്ങനെ പുതുക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യം അതിന്റെ 22-ാം അധ്യായം 16-ാമത്തെ വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിക്കും. നോക്കിയേ, അപ്പൊ ആദ്യം പറഞ്ഞു നക്ഷത്രങ്ങൾ പോലെ, രണ്ടാമത് ഈ അനുഗ്രഹം പുതുക്കി പറഞ്ഞപ്പോ എന്തോടെ കൂട്ടി? കടൽക്കരയിലെ മണല് പോലെ മക്കളെ തരും എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹം എപ്പോഴാണ് ഉണ്ടായേ? മകനേക്കാൾ കൂടുതൽ ആരെ സ്നേഹിച്ചപ്പോഴാണ്? ദൈവത്തെ സ്നേഹിച്ചപ്പോഴാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? മകനെ കിട്ടുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു നക്ഷത്രങ്ങൾ പെരുത്തു തരാം, മക്കളെ തരാം. അതവിടെ കൊണ്ട് നിർത്തിയതാണ്. പക്ഷെ ഈ കിട്ടിയ മകനെ യാഗമാക്കാൻ തയ്യാറാക്കി ദൈവം പറഞ്ഞു, കടൽക്കരയിലെ മണൽ പോലെ ചെയ്യാം, മക്കളെ തരാം. പിന്നീട് അങ്ങോട്ട് കുറെ കൂടെ ദർശനങ്ങൾ കൊടുക്കുക, കുറെ കൂടെ കാഴ്ചപ്പാടുകൾ കൊടുക്കുകയാണ്. അപ്പൊ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ ത്യാഗ മനോഭാവത്തോടെ, എന്റെ ജീവൻ പോയാലും ഞാൻ കർത്താവിനെ സേവിക്കും, എന്റെ അപ്പനേക്കാൾ, എന്റെ അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, നിലംപുരയിടങ്ങളേക്കാൾ, എന്റെ സഹോദരങ്ങളെക്കാൾ ഒക്കെ ഞാൻ ദൈവത്തെ സേവിക്കും എന്ന് തീരുമാനമെടുത്താൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അപ്പോൾ ഒന്നാമത്തെ പാഠം ദൈവവിഷയമായി സമ്പന്നരാകുക. രണ്ടാമത്തെ പാഠം സ്വർഗത്തിൽ നിക്ഷേപങ്ങളുള്ളവരാകുക. മൂന്നാമത്തെ പാഠം മനുഷ്യരോട് കരുണയുള്ളവരാകുക. നാലാമത്തെ പാഠം അനുഗമിക്കുന്നതിൽ ത്യാഗ മനോഭാവമുള്ളവരായിട്ട് മാറുക. നമുക്കൊരു അഞ്ചാമത്തെ പാഠം ലൂക്കോസ് 15-ന്റെ 4-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം. ലൂക്കോസ് 15-ന്റെ 4-ഉം 8-ഉം. 100 എണ്ണത്തിൽ ഒന്ന് കാണാതെ പോയി, അതിനെ നോക്കി നടക്കും. ഓക്കെ, ഇനി 8-ാമത്തെ വാക്യം, 2 സാധനം കാണാതെ പോകുന്നു. ഒന്നാമത്തെ സാധനം ആട്, രണ്ടാമത്തേത് ദ്രഹ്മ. ഈ 2 പോയതിന്റെ കാരണം എന്താണ്? ഈ 2 പോകുന്നത് എന്തുകൊണ്ടാണ്? അശ്രദ്ധ കൊണ്ടാണ്, അല്ലെ? ആടുകളിൽ നിന്ന് ഒന്ന് കാണാൻ പോയി എന്തുകൊണ്ടാണ്? അശ്രദ്ധ കൊണ്ടാണ് കാണാതെ പോകുന്നത്. ഈ 10 ദ്രഹ്മയിൽ ഒന്ന് കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അശ്രദ്ധ കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? അശ്രദ്ധ ഉണ്ടായാൽ ആടാണെങ്കിൽ തേടി പോകണം, ദ്രഹ്മയാണെങ്കിൽ അടിച്ചു വാരി നോക്കണം. അപ്പൊ അശ്രദ്ധകൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആരെങ്കിലും തെറ്റിപ്പോവുകയോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും നഷ്ടമായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവരെ മടക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കൊരു പാഠമായി. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മക്കൾ തെറ്റിപ്പോകാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ സഭയിലെ ആടുകൾ പിന്മാറിപ്പോകാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ അശ്രദ്ധകൾ തിരുത്തണം. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മക്കൾ തെറ്റിപ്പോകുന്നത്. ഞാൻ എല്ലാം അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലും കാരണം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും എന്ത് ചെയ്യുന്നില്ലായിരുന്നു? തെറ്റിപ്പോകുന്നില്ലായിരുന്നു. പല ആടുകളും കാണാതെ പോയത് അവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്, അവരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെ ഒരു പാപ സ്വഭാവം ഉണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് ഇടയൻ മനസ്സിലാക്കിയില്ല. പോയി കഴിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? അവരുടെ പുറകെ പോകാൻ തയ്യാറായില്ല, തേടി കണ്ടുപിടിക്കാൻ തയ്യാറായില്ല, തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായില്ല. ഈ ദ്രഹ്മ എന്നൊക്കെ പറയുമ്പം അത് യഹൂദ സ്ത്രീകൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. 10 എണ്ണം ആകെ ഉള്ളത്. ഈ 10 എണ്ണത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ 10 കൽപ്പന പ്രമാണിക്കുന്ന ആളാണെന്നാണ്. അതായത് ആ ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലൊന്നാ നഷ്ടപ്പെട്ടു പോയെ. അപ്പൊ നഷ്ടപ്പെട്ടു പോയപ്പം വീട് മൊത്തം അടിച്ചു വാരി ശുദ്ധീകരിച്ചു, ശുദ്ധീകരണം ഉണ്ടായി. കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ആ ദ്രഹ്മ കണ്ടെടുത്തു. ഏറിയ സന്തോഷം
ഏറിയ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ അശ്രദ്ധകൾ കൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും അശ്രദ്ധകൾ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തേടി പോകേണ്ടതാണ് തേടി പോകണം, തൂത്തുവാരതാണ് തൂത്തുവാരണം, അത് കണ്ടെത്തണം. അശ്രദ്ധകൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. അശ്രദ്ധകളെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം അവിടെ നിന്ന്. അടുത്തൊരു പാഠം എന്ന് പറയുന്നത് മകൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്, അല്ലെ? ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ വന്ന് അപ്പനോട് പറഞ്ഞു. എന്താ പറഞ്ഞ അപ്പനോട്? 11-ാമത്തെ വാക്യം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. ഓക്കെ, 20-ാം വാക്യവും 24-ാം വാക്യവും. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവൻ ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പിൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ. നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും എന്തുകൊണ്ടാണ് ഈ മകൻ നഷ്ടപ്പെട്ടു പോയത്? അപ്പന്റെ ആണോ കുഴപ്പം? ആണോ? അപ്പന്റെ കുഴപ്പമല്ല, മകന്റെ കുഴപ്പമാണ്. മകന്റെ അഹങ്കാരം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്, അല്ലേ? ആദ്യത്തെ 2 അവരവന്റെ ഉത്തരവാദിത്വമാണ്. ആട് ഇടേന്റെ ഉത്തരവാദിത്വമാണ്. ദ്രഹ്മ ആ സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. ദ്രഹ്മ കാണാതെ പോയത് അശ്രദ്ധ കൊണ്ടാണ്. ആട് കാണാതെ പോയതും അശ്രദ്ധ കൊണ്ടാണ്. പക്ഷെ മകൻ കാണാതെ പോയത് അപ്പന്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാണ്? മകന്റെ അഹങ്കാരം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവൻ പറയുന്ന എന്താ? എനിക്ക് വേണ്ടുന്ന പങ്ക് തരണം. ഈ അപ്പനുള്ളതൊക്കെ ആർക്കുള്ളതാ? ആർക്കുള്ളതാ? മക്കൾക്കുള്ളത്. എപ്പോഴാണ് കിട്ടുന്നത്? അപ്പന്റെ മരണശേഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മകൻ പറയുകയാണ്, എനിക്കുള്ളത് താ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫോർ മീ യു ആർ ഡെഡ്. എന്നെ സംബന്ധിച്ച് നീ മരിച്ചു. ആര് മരിച്ചു? അപ്പം മരിച്ചു. എനിക്കുള്ള തന്നേരെ. എല്ലാ അവകാശവും കിട്ടുന്ന അപ്പന്റെ മരണശേഷമാണ്. പക്ഷെ ഈ മകൻ പറയുക, എനിക്കുള്ള തന്നേക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പം മരിച്ചു, പക്ഷെ അപ്പൻ എന്ത് ചെയ്യുക? അവനെ കാത്തിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഞാനല്ല മരിച്ചേ, അവനാ മരിച്ചേ. എന്റെ മകൻ മരിച്ചവനായിരുന്നു. എന്റെ മകൻ മരിച്ചവനായിരുന്നു. അപ്പൊ അഹങ്കാരത്തോട് ക്ഷമിക്കാൻ തയ്യാറാകുക. അതാണ് നമുക്കുള്ള പാഠം. അഹങ്കാരത്തോട് ക്ഷമിക്കാൻ തയ്യാറാകുക. അപ്പൻ മരിച്ചു എന്ന ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ അപ്പൻ എന്നെ സംബന്ധിച്ച് അപ്പൻ മരിച്ചു, അതുകൊണ്ട് എനിക്ക് വേണ്ടുന്നൊക്കെ എന്ത് തരണം? എനിക്ക് തരണം. അതാ ഈ മകൻ പറഞ്ഞേ. പക്ഷെ അപ്പൻ പറയാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മകൻ തിരിച്ചു വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നോക്കിയേ, 18-ാം വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ മകൻ വരുന്നേ? മകൻ എന്തിനാ വരുന്നേ? ക്ഷമ ചോദിക്കാനാ വരുന്നേ. ഇതിൽ എന്തൊക്കെയാ പറയാൻ പോകുന്നത് പുള്ളി? എന്തൊക്കെയാ പറയാൻ പോകുന്നേ? പറഞ്ഞേ, നോക്കിയ വാക്യത്തിനകത്ത് 18-ാം വാക്യം എന്താ പറയാൻ പോകുന്നത്? ആദ്യം അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. 2-ാമത്തെ കാര്യം, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എന്നെ എന്ത് ചെയ്യണം? എന്നെ കൂലിക്കാൽ ഒരുത്തനെ പോലെ ആക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മകൻ തിരിച്ചു വരുന്നത്, അല്ലെ? അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ആര് കണ്ടു? അപ്പൻ മകനെ കണ്ടു. ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോ ഈ മകൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പറയാൻ വന്ന കാര്യം പറയാൻ തുടങ്ങി. നോക്കിക്കോ, 21-ാം വാക്യം. മകൻ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞേ, അല്ലെ? പറഞ്ഞു. 2-ാമത്തെ കാര്യം എന്താ പറയുന്നേ? നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അതും പറഞ്ഞു. ഇനി 3-ാമത് എന്താ പറയണ്ടേ?
എന്നെ ഒരു കൂലിക്കാരനെ പോലെ കാണണം. അത് പറഞ്ഞു. അതെന്താ പറയാഞ്ഞേ? അത് പറയാഞ്ഞത് അതിന് മുൻപ് അപ്പൻ കയറി എന്ത് ചെയ്തു? തന്റെ ദാസന്മാരോട് പറഞ്ഞു, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുപോവാ, വേഗം എന്ത് ചെയ്യുക, ഇവന്റെ കാലിന് ചെരുപ്പ് ഇടിയിക്ക, ഇവന് മോതിരം കൊടുക്ക്, തടിപ്പിച്ച കാളക്കുട്ടി അറക്ക്. ഈ തടിപ്പിച്ച കാളക്കുട്ടി എന്ന് പറയുമ്പോൾ കരുതി വെച്ച കാളക്കുട്ടി എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, അതിന്റെ ഒരു ഈ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ അന്ന് അറുക്കാൻ വേണ്ടി കരുതി വെക്കുന്ന കാളക്കുട്ടികളുണ്ടല്ലോ. നമുക്ക് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം, ഈ പെരുന്നാൾ വരുമ്പം എന്ത് ചെയ്യും, അറക്കാൻ വേണ്ടി കോഴിയെ വളർത്തും അല്ലെ. അതേപോലെ കരുതി വെച്ചിരുന്ന കാളയാ. ഒരു കാളയെ ഈ പിതാവ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പിതാവ് മകനെ കൊണ്ട് അവസാനത്തെ വാചകം പറയാൻ സമ്മതിച്ചില്ല. അതാ അവിടെ നടന്ന കാര്യം. അവസാനത്തെ വാചകം പറയും മുൻപ്, എന്നെ കൂലിക്കാരനായി കാണണമേ എന്ന് പറയുന്നതിന് മുൻപ് അപ്പം പറഞ്ഞു, ഈ എന്റെ മകൻ അവൻ തിരിച്ചു വന്നു, ഇവന് വസ്ത്രം കൊടുക്ക്, ഇവന് ചെരുപ്പ് കൊടുക്ക്, ഇവന് മോതിരം കൊടുക്ക്, ഒരു വലിയ വിരുന്ന് കഴിക്കും. അതാ സ്നേഹം. അഹങ്കാരത്തോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അഹങ്കാരത്തോട് എന്ത് ചെയ്യുക? ശരിയാ, ചില ആൾക്കാർ അഹങ്കാരികളാണ്. എന്ത് ചെയ്യുക? ക്ഷമിക്കുക, ക്ഷമിക്കുക. കർത്താവിനും എത്രയോ അഹങ്കാരികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരോടൊക്കെ കർത്താവ് ക്ഷമിച്ചില്ലേ? നമ്മളും അഹങ്കാരികളായിരുന്നില്ല ഒരു കണക്കിന്, അത് കർത്താവ് ക്ഷമിച്ചില്ലേ? അപ്പൊ അഹങ്കാരികളോട് അല്ലെങ്കിൽ അഹങ്കാരത്തോട് ക്ഷമ കാണിക്കാം. ഏഴാമത്തെ പാഠം നമ്മൾ 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതായത് ഒരു വീട്ടിലെ ദാസൻ, ആ ദാസനെ യജമാനൻ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. യജമാനൻ വേറെ വഴിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ചെയ്തു കഴിയുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോൾ പറയപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് യജമാനൻ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത ശേഷം ഈ യജമാനനോട് ദാസന്മാർ പറയേണ്ട ഒരു വാചകമാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. ഞങ്ങൾ ആരാണ്? പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും? ഒരു താഴ്മയുടെ മനോഭാവം. എന്ത് വേണം നമുക്ക്? താഴ്മയുടെ മനോഭാവം വേണം. ഞാനൊരിക്കല് ഒരു കൺവെൻഷന് സുവിശേഷ പ്രസംഗം നടത്തി. അങ്ങനെ പ്രസംഗിച്ച ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു പ്രസംഗമാണെന്ന്. കാരണം എല്ലാവർക്കും നന്നായി സംസാരിക്കാൻ കഴിഞ്ഞു. എല്ലാവരും വന്ന് എന്നെ അഭിനന്ദിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടിരുന്നവരൊക്കെ വന്ന് നല്ല സന്ദേശമായിരുന്നു, നന്നായി പറഞ്ഞു എന്നെല്ലാവരും പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇത്രയും പ്രസംഗിക്കാൻ പറ്റി, എനിക്ക് ഇത്രയും ചെയ്യാൻ വേണ്ടി സന്തോഷം തോന്നി. അപ്പൊ ഞാൻ അന്ന് രാത്രിക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടിലേല് ബൈബിള് വെച്ചു, നിലത്ത് മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ആത്മാവ് പറയുകയാണ്, ഈ വാക്യം വായിക്കാൻ. ലൂക്കോസ് 17-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാൻ പറയുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ വാക്യം എടുത്ത് വായിച്ചപ്പോ അത് എഴുതിയേക്കാണ്, എല്ലാം ചെയ്ത ശേഷം എന്ത് പറയണം? ഞാന് അപ്രയോജനദാസനാണ്, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പൊ ഞാൻ ഇന്ന് വരെ ചെയ്തതിനകത്തൊന്നും പ്രശംസിക്കാൻ എനിക്ക് എന്തില്ല, അനുവാദമില്ല. ഞാൻ ഇന്ന് വരെ ചെയ്യേണ്ട കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാന് ഇത്ര വർഷം പ്രസംഗിച്ചുവെന്നോ, ഇത്ര സ്ഥലത്ത് പ്രസംഗിച്ചെന്നോ, ഇത്ര സ്കൂളിൽ പഠിപ്പിച്ചെന്നോ, ഇത്ര പിള്ളേരെ ഞാൻ വചനം പഠിപ്പിച്ചെന്നോ, ഇത്ര സഭകളിൽ ക്ലാസ് എടുത്തെന്നോ, ഇതൊന്നും പറയാനുള്ള അർഹത ആർക്കില്ല? എനിക്കില്ല. കാരണം എന്താ? ഞാൻ കർത്താവിന്റെ ദാസന, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ എനിക്ക് പ്രശംസിക്കാനായിട്ടൊന്നും ഇല്ല. നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്ന മനോഭാവം ഇതാ. നമ്മളൊക്കെ ആരാ? അപ്രയോജന ദാസന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോജനം ഇല്ലാത്ത ദാസന്മാരാ. ചെയ്യേണ്ട കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും ചെയ്യേണ്ട കാര്യം മൊത്തമായിട്ട് ചെയ്യുന്നുമില്ല, അല്ലേ? ചെയ്യേണ്ട കാര്യം എല്ലാം ഒന്നും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ശുശ്രൂഷയ്ക്കും ശേഷം എന്തുണ്ടാകട്ടെ? ഈ ഒരു മനോഭാവം ഉണ്ടാകും. പക്ഷെ നമ്മൾ തൂത്തുവാരുന്നവരായിരിക്കാം. എന്നിട്ട് എന്ത് പറയണം? ഞാൻ ഇത്രയും വൃത്തിക്ക് തൂത്തുവാരിയിട്ട് എന്ന് പറയണോ? ഇല്ല. എന്ത് പറയണം? ഞാൻ അപ്രയോജനദാസനാണ്, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളായിരിക്കും പ്രസംഗിക്കുന്നയാള് ഈ ഞായറാഴ്ച. ഇപ്പൊ പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയണം?
ഞാന് പാതിരാത്രിയിലൊക്കെ ഇരുന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇന്നൊരു സൂപ്പർ പ്രസംഗം നടത്തി. അങ്ങനെ പറയണം? അങ്ങനെ പറയരുത്. ഇത് പറയണം, അയ്യോ ഞാന് ഒരു അപ്രയോജനദാസനാണ്, ചെയ്യേണ്ട കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഏത് കാര്യം ചെയ്താലും നമ്മൾ അവസാനം പറയേണ്ട വാചകം ഇതാണ്, ഞാനൊരു അപ്രയോജനദാസൻ, ചെയ്യേണ്ട കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന മനോഭാവം നമുക്ക് ഉണ്ടാകണം. നമ്മൾ താഴ്മയുള്ളവരായിട്ട് ഈ 7 പാഠങ്ങളാണ് നമുക്കുള്ളത്. 1, ദൈവവിഷയമായി സമ്പന്നരാകുക. 2, സ്വർഗത്തിൽ നിക്ഷേപങ്ങളുള്ളവരാകുക. 3, മനുഷ്യരോട് കരുണയുള്ളവരാകുക. 4, അനുഗമിക്കുന്നതിൽ ത്യാഗ മനോഭാവമുള്ളവരാകുക. 5, അശ്രദ്ധകളെ തിരുത്തുക. 6, അഹങ്കാരത്തെ ക്ഷമിക്കുക. 7, നമ്മൾ താഴ്മയുള്ളവരായിട്ട് ജീവിക്കുക. ഇനി 3-ാം വർഷത്തിന്റെ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് യെരുശലേമിലേക്കുള്ള യാത്രയാണ്. യെരുശലേമിലേക്കുള്ള കർത്താവിന്റെ അവസാന യാത്രയാണ്. യെരുശലേമിലേക്കുള്ള കർത്താവിന്റെ അവസാന യാത്ര. ആ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം, യേശു ലാസറിനെ ഉയർപ്പിച്ചു. യോഹന്നാൻ 11-ന്റെ 1 മുതൽ 53 വരെ യേശു ലാസറിനെ ഉയർപ്പിച്ചു. യോഹന്നാൻ 11-ന്റെ 1 മുതൽ 53 വരെ. രണ്ടാമത്തെ സംഭവം, യേശു മരണത്തെക്കുറിച്ച് വീണ്ടും പ്രഖ്യാപിച്ചു. മത്തായി 20-ന്റെ 17 മുതൽ 19 വരെ. മത്തായി 20-ന്റെ 17 മുതൽ 19 വരെ. മർക്കോസ് 10-ന്റെ 32 മുതൽ 34 വരെ. മർക്കോസ് 10-ന്റെ 32 മുതൽ 34 വരെ. ലൂക്കോസ് 18-ന്റെ 31 മുതൽ 34 വരെ. ലൂക്കോസ് 18-ന്റെ 31 മുതൽ 34 വരെ. മൂന്നാമത്തെ സംഭവം, യേശു ബർത്തിമായിക്ക് കാഴ്ച നൽകി. മത്തായി 20-ന്റെ 29 മുതൽ 34 വരെ. മത്തായി 20-ന്റെ 29 മുതൽ 34 വരെ. മർക്കോസ് 10-ന്റെ 46 മുതൽ 50 വരെ. മർക്കോസ് 10-ന്റെ 46 മുതൽ 50 വരെ. ലൂക്കോസ് 18-ന്റെ 35 മുതൽ 43 വരെ. ലൂക്കോസ് 18-ന്റെ 35 മുതൽ 43 വരെ. നാലാമത്തെ കാര്യം, സക്കായിയുടെ മാനസാന്തരവും. യേശു സക്കായിയുടെ കൂടെ താമസിക്കുന്നു. സക്കായിയുടെ മാനസാന്തരം, യേശു സക്കായിയുടെ കൂടെ താമസിക്കുന്നു. ലൂക്കോസ് 19-ന്റെ 1 മുതൽ 10 വരെ. ലൂക്കോസ് 19-ന്റെ 1 മുതൽ 10 വരെ. അഞ്ചാമത്തെ പ്രധാന സംഭവം, 10 റാത്തൽ വെള്ളി നൽകിയ യജമാനന്റെ ഉപമ. 10 റാത്തൽ വെള്ളി നൽകിയ യജമാനന്റെ ഉപമ. അത് ലൂക്കോസ് 19-ന്റെ 11 മുതൽ 27 വരെ. ലൂക്കോസ് 19-ന്റെ 11 മുതൽ 27 വരെ. ആറാമത്തെ പ്രധാനപ്പെട്ട സംഭവം, യേശുവിനെ പിടിക്കുവാൻ യഹൂദന്മാർ പദ്ധതിയിട്ടു. യോഹന്നാൻ 11-ന്റെ 55 മുതൽ 57 വരെ. യോഹന്നാൻ 11-ന്റെ 55 മുതൽ 57 വരെ. യെരുശലേമിലേക്കുള്ള അവസാന യാത്രയിലെ പ്രധാന സംഭവങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിച്ചു പോകാം. യേശു ലാസറിനെ ഉയർപ്പിച്ചു. 2, മരണത്തെക്കുറിച്ച് വീണ്ടും പ്രഖ്യാപിച്ചു. 3, ബർത്തിമായി കാഴ്ച നൽകി. സക്കായുടെ കൂടെ താമസിച്ചു. 10 റാത്തൽ വെള്ളി നൽകി യജമാനന്റെ ഉപമ പറഞ്ഞു. യേശുവിനെ പിടിക്കാൻ വേണ്ടി യഹൂദന്മാര് പദ്ധതികൾ ഇട്ടു. നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം എന്നുള്ളത് ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അത് യോഹന്നാൻ 11-ാം അധ്യായം 33 മുതൽ 35 വരെ. യോഹന്നാൻ 11-ന്റെ 33, 35 വരെ. യേശു കർത്താവ് ദുഃഖത്തിൽ എന്ത് ചെയ്യുന്നു? പങ്ക് ചേരുന്നു. യേശു കർത്താവിന് അറിയാം ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ലാസറിനെ ഉയർപ്പിക്കും, അല്ലെ? യേശു കർത്താവിന്റെ ഈ ലാസറിന്റെ സഹോദരിമാർക്കറിയാം പുനരുത്ഥാന നാളിൽ ലാസറിന് ഉയർപ്പ് ഉണ്ടാകും. പക്ഷെ ഇത് രണ്ടും ഈ കാര്യം അറിയാവുന്ന സഹോദരിമാർക്ക് അറിയുമ്പോൾ ശരിക്കും ഉണ്ടാകേണ്ട മനോഭാവം എന്താ? അവരെ കുറ്റം പറയണം, അല്ലെ? നിങ്ങൾ എന്തോ ഇങ്ങനെ കടന്ന് കരയുന്ന എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത്. പക്ഷെ യേശു കർത്താവ് എന്ത് ചെയ്തില്ല? അങ്ങനെ ചോദിച്ചില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കല്ലേ എന്ന് യേശു കർത്താവ് പറഞ്ഞില്ല. യേശു കർത്താവ് അവരുടെ കണ്ണീര് കണ്ടിട്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ടും എന്ത് ചെയ്തു? അവരുടെ കൂടെ കരഞ്ഞു. പല മരണ വീടുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കരയാൻ പാടില്ല,
ഒച്ച ഉണ്ടായി കരയരുത്, ശബ്ദം ഉണ്ടായി കയറരുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മനോഭാവം ബൈബിളിനകത്ത് എങ്ങുമില്ല. കരയേണ്ടടുത്ത് കരയണം, ദുഃഖമുണ്ടായാൽ കരയണം. കരയുന്ന തെറ്റൊന്നുമല്ല. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ കരയുന്ന തെറ്റൊന്നും അല്ല. നിങ്ങൾ അവിശ്വാസികളെ പോലെ അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതെന്നാ. ഇപ്പൊ ദുഃഖമുണ്ട്, പക്ഷെ എങ്ങനെ ദുഃഖമില്ല? പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖം ഇല്ല. ഇപ്പൊ കരയുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. യേശു കർത്താവ് കരയുന്ന ആളുകളുടെ കൂടെ കരഞ്ഞയാളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് എന്തിനാ കരയുന്നത്? ഇപ്പോഴാണോ കരയുന്നത്? കരയാനൊന്നും പറ്റത്തില്ല. യേശു വരും, കർത്താവ് ഉയർത്തോളും, നമുക്ക് വീണ്ടും കാണാലോ, അച്ഛനെ അമ്മ വീണ്ടും കാണാലോ, പിന്നെ എന്തിനാ കരയുന്നത്? അങ്ങനെയൊന്നും അല്ല നമ്മൾ പെരുമാറേണ്ടത്. കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവരുടെ കൂടെ കരയാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശു കർത്താവ് ദുഃഖത്തിൽ പങ്കുചേർന്ന ഒരാള് ആണ്. യേശു കർത്താവിന്റെ മനുഷ്യത്വം കാണിക്കുന്നു, ഒപ്പം തന്നെ അവന്റെ ദൈവത്വവും അവന്റെ കരുണ ആർദ്രതയും കാണിക്കുന്നു. പങ്കുചേർന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പാഠമാണ്. രണ്ടാമത്തെ ഒരു പാഠം, ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചുങ്കക്കാരനാണ്. രണ്ട്, അദ്ദേഹം ഒരു കുള്ളനാണ്, പൊക്കം കുറഞ്ഞയാളാണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം? യേശുവിനെ കാണണം. അപ്പം ശരിക്കും പറഞ്ഞാൽ സക്കായി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹം തള്ളപ്പെട്ട ഒരാളാണ്. സമൂഹം തള്ളിക്കളഞ്ഞ ഒരാളാണ്. കാരണം എന്താ? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ചുങ്കക്കാരനാണ്. ചുങ്കക്കാരനെ ആർക്കും ഇഷ്ടമല്ല. കാരണം എന്താ? അവര് പണം പിരിക്കും. പിരിക്കുന്നത് മാത്രമല്ല, കൂടുതൽ പിരിക്കും. നിയമപരമായി 10 ആണെങ്കിൽ ഇത് 20 മേടിക്കും. എന്നിട്ട് 10 സർക്കാരിന് കൊടുക്കും, 10 ഇവരും എടുക്കും. അതുകൊണ്ട് ഇവരോട് എന്താണ്? ശരിക്കും ശത്രുതയാണ്. അത് മാത്രമല്ല, യഹൂദനായ ഈ സക്കായി എന്ത് ചെയ്യുന്നു? റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇപ്പം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ജോലി ചെയ്യുന്ന ആളെ നമ്മൾ എങ്ങനെ കാണുമോ അങ്ങനെയാണ് ആരെ കണ്ടത്? സക്കായിയെ കണ്ടത്. രണ്ടാമത്തെ കാര്യമുണ്ട്, ഇവൻ ആരാ? പൊക്കം കുറഞ്ഞ ആളാണ്. പൊക്കം കുറഞ്ഞ ആൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം പൊക്കം കുറഞ്ഞ ആൾക്കാർ വിളിക്കുന്ന പേരെന്തായിരുന്നു? അല്ലേ? എത്രയോ കളിയാക്കൽ കേട്ടിട്ടുണ്ടാകും പൊക്കം കുറഞ്ഞതിന്റെ പേര്. ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടായിട്ടും 2025 ആയിട്ടും ഇപ്പോഴും ശരീരഘടനയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ട്. അതൊരു വലിയ പരാജയം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ നമ്പാൻ പാടില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? ഞാൻ പറയുന്ന ആ കാഴ്ചപ്പാട് ശരിയാണെന്നല്ല, പക്ഷെ അത്തരം കളിയാക്കലുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് എന്തോരം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെ? അങ്ങനെയുള്ള ഒരാഗ്രഹം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ കൂടെ ഒരു ശിഷ്യനുണ്ട്. അവൻ ആരായിരുന്നു? ചുങ്കക്കാരനായിരുന്നു, മത്തായി. അപ്പൊ മത്തായിയെ വിളിച്ച കർത്താവ് ഒരുപക്ഷെ എന്നെയും രക്ഷിക്കുമായിരിക്കും, എന്നെയും സഹായിക്കുമായിരിക്കും, എന്നെയും സ്നേഹിക്കുമായിരിക്കും. മത്തായിയെ സ്നേഹിച്ച യേശു എന്നെയും സ്നേഹിക്കുമായിരിക്കും. ഈ കാഴ്ചപ്പാടാണ് സക്കായിക്ക് ഈ ആഗ്രഹം ഉണ്ടാക്കിയത്. യേശു 19-ാം അധ്യായം 5-ാമത്തെ വാക്യം, 19:5, ലൂക്കോസ് 19:5. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഓക്കെ, ഇവിടെ യേശു കർത്താവ് നിന്നു, അല്ലേ? ഇല്ലേ? നിന്നില്ലേ? അത് നടന്നുകൊണ്ട് പറയുമായിരുന്നു. ആണോ? ഇങ്ങനെ നിന്നു ചുമ്മാ നടന്നു പോയിട്ട് പറയുമായിരുന്നു? അല്ല, യേശു കർത്താവ് വന്നു, ആ ചുവട്ടിൽ നിന്നു, എന്നിട്ട് പറഞ്ഞു, മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടത്. അപ്പൊ ഈ സക്കായി ഇറങ്ങി വരുന്നത് വരെ ആര് കാത്തു നിൽക്കുകയാണ്? അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നേ, പക്ഷെ ആ ഇറങ്ങി വരുന്ന സെക്കൻഡുകൾ, അത്രയും സെക്കൻഡുകൾ ആര് കാത്തു നിന്നു? യേശു കാത്തു നിന്നു. ആഗ്രഹങ്ങളെ യേശു കർത്താവ് മാനിച്ചു. ആഗ്രഹങ്ങൾ യേശു കർത്താവ് മാനിച്ചു. ഇപ്പൊ നമുക്കുള്ള പാഠം എന്താ? യേശു കർത്താവിൽ നിന്ന് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നവരാകുക? മാനിക്കുന്നവർ ആകുക. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നവർ ആകുക. ഈ സക്കായിയെ പരിഗണിച്ച കർത്താവ്, ആ പരിഗണനയാണ് അവന് വലിയ മാറ്റം ഉണ്ടാക്കിയത്, അല്ലേ? അവൻ പറയുന്നുണ്ട്, ഞാന്
ഇനി ഇങ്ങനെ ഒരു ദോഷനായിട്ട് ജീവിക്കത്തില്ല. ഞാൻ ഇന്ന് വരെ നേടിയതിൽ അതിന്റെ പകുതി ദരിദ്രന്മാർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അന്യായമായി നേടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ഇരട്ടി മടക്കി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ മാനസാന്തരമാണ് ആരിലുണ്ടാക്കിയത്, സക്കായിലുണ്ടാക്കിയത്. പുള്ളി പ്രസംഗം കേട്ടോ? ഇല്ല. ബൈബിൾ ക്ലാസ്സിന് പോയോ? ഇല്ല. പ്രസംഗം കേട്ടാൻ പോയില്ല, ബൈബിൾ ക്ലാസ്സുകൾക്ക് പോയില്ല, അല്ലെങ്കിൽ കൺവെൻഷൻ കൂടാൻ പോയില്ല, വേദപുസ്തകം വായിച്ചില്ല. ഇതൊന്നും സംഭവിക്കാതെ, ഇതൊന്നും ചെയ്യാതെ ഒരു വലിയ രൂപാന്തരം അദ്ദേഹത്തിന് ഉണ്ടായതിന്റെ കാരണം അദ്ദേഹത്തെ ഒരാൾ പരിഗണിച്ചു എന്നുള്ളതാണ്. അപമാനിക്കപ്പെട്ട ഇടത്ത്, അവഗണിക്കപ്പെട്ട ഇടത്ത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടത്ത് അവനെ അംഗീകരിക്കാൻ, അവന്റെ കൂടെ താമസിക്കാൻ, അവനെ കേൾക്കാൻ, അവനെ കാണാൻ, അവനെ നോക്കാൻ, അവന്റെ പേര് വിളിക്കാൻ കർത്താവ് തയ്യാറായപ്പോ, സക്കായി എന്ന വിളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് വരെ ആൾക്കാരെ വിളിച്ച് ചുങ്കക്കാരനെ എന്നാ, അല്ലെങ്കിൽ പാപിയെ എന്നാ, അല്ലെങ്കിൽ കുള്ളാന്ന് ആൾക്കാരെ വിളിച്ചത്. അങ്ങനെ വിളിച്ചിടത്ത് പേര് വിളിക്കുമ്പോൾ, ഈ വട്ടപ്പേര് വിളിക്കുന്നത് മാറ്റിയിട്ട് യഥാർത്ഥ പേര് വിളിക്കുമ്പോൾ, അവൻ പോലും മറന്നുപോയി തന്റെ പേര് വിളിക്കുമ്പോൾ ആ പേരിലൊരു കരുതലുണ്ട്, തന്റെ കൂടെ താമസിക്കുന്ന ജീവിതത്തിന്റെ കരുതലുണ്ട്. ഈ കരുതൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത്, ഇനി ഞാൻ മേലെ ഇങ്ങനെ അന്യായമായിട്ട് മേടിക്കത്തില്ല, പകുതി ദരിദ്രന്മാർക്ക് കൊടുത്തേക്കാം, എനിക്ക് എന്റെ കർത്താവ് മതി എന്ന് പറയുന്നത് ബൈബിൾ ക്ലാസ്സിന് പോയിട്ടല്ല. ഞാൻ ബൈബിൾ ക്ലാസ് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ രൂപാന്തരം ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള പരിഗണനകളാണ്. അപ്പൊ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുക, അവരെ പരിഗണിക്കുക, അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ ഒരു പാഠം പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ഒരു പാഠം, നമ്മൾ ഈ സക്കായിയെ പോലെ പ്രകടമായ മാറ്റങ്ങളുള്ളവരായിട്ട് മാറുക. എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ. അബ്രഹാമിന്റെ മകനായത് എങ്ങനെയാണ്? പ്രവൃത്തി കൊണ്ടാണ്. എനിക്കുള്ളതിൽ പകുതി ആർക്ക് കൊടുക്കുകയാണ്? ദരിദ്രർക്ക് കൊടുക്കുകയാണ്. ബാക്കി പകുതി ആർക്കുള്ളൂ? സക്കായിക്കുള്ളൂ. ആ പകുതിയിൽ നിന്ന് അന്യായമായി വാങ്ങിയതിന്റെ 4 മടങ്ങ് കൊടുക്കുകയാണ്. ഇവന് സക്കായി പിന്നെന്താ ഉള്ളത്? സക്കായി കർത്താവ് മാത്രമേ ഉള്ളൂ. നമുക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകണം? പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകണം. കർത്താവിനെ അറിഞ്ഞ ആളാണ് എന്ന് ലോകം അറിയത്തക്ക നിലയിലുള്ള പ്രകടമായ മാറ്റങ്ങൾ ഉള്ളവരായി നമ്മൾ മാറണം. അങ്ങനെ മാറ്റങ്ങൾ ഉള്ളവരായിട്ട് മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പേര് അബ്രഹാമിന്റെ സന്തതി. അബ്രഹാം ഇതിനുള്ള ആളായിരുന്നു. പ്രകടമായ മാറ്റം. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എൻ്റെ അപ്പനേക്കാൾ ഞാൻ മാനിക്കേണ്ടയാൾ ആരാണ്? എൻ്റെ ദൈവമാണ്. ഇറങ്ങി തിരിച്ചു. ചാർച്ചക്കാരെ വിട്ടു, പ്രതിഫലത്തെ വിട്ടു, സകലതും വിട്ടു, ദൈവത്തെ അനുഗ്രഹിച്ചു. എന്നിട്ടോ കനാൻ ദേശത്ത് വന്ന് താമസിച്ചു. എങ്ങനെ താമസിച്ചേ? വാഗ്ദത്ത ദേശത്ത്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തു. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ പാർത്തു. തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്ന, കൂടെ നടത്തുന്ന, തന്നെ വിട്ടുപോയ ലോത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി പോലും കഷ്ടം സഹിക്കാൻ തയ്യാറാകുന്ന, ഒരു സമ്പത്തിന് വേണ്ടിയും തൻ്റെ കൂടെയുള്ള ആളുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യനെ പോലെ സക്കായി ആവുകയാണ്. കാരണം എന്താ? അബ്രഹാം കണ്ട ദൈവത്തെ ആരിവിടെ കണ്ടു? സക്കായി കണ്ടു. അബ്രഹാമിന് കിട്ടി വിശ്വാസം ആർക്കൂടെ കിട്ടി? സക്കായിക്ക് കൂടെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാകണം? നമ്മൾ മാറ്റങ്ങളുള്ളവരായിട്ട് മാറണം. പ്രകടമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ സ്വാധീനിക്കപ്പെടുന്നത്, കർത്താവിനെ അറിയുവാൻ കാരണമായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകളുടെ ഈ 3-ാമത്തെ വർഷം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ the last 9 days of Jesus, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ, എർത്തിലി ശുശ്രൂഷയുടെ അവസാന 9 ദിവസങ്ങൾ അതുകൂടെ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.